നമസ്കാരം. പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് 20 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന 20-ാം തീയതി കാലത്ത് 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടും. ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അങ്ങനെ നമ്മുടെ ഹണിറോസിന് ഒരു ഉദ്ഘാടനം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബോബി ചെമ്മണ്ണൂരും ഹണിറോസും ഒക്കെ ആയിട്ടുള്ള കേസ് കേരളമൊട്ടാകെ വലിയ ചർച്ചയായതാണ്. 6 ദിവസത്തോളം ബോച്ച ജയിലിനുള്ളിൽ കടന്നു ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ ഹണിറോസിൻ്റെ ഭാവിയെക്കുറിച്ച് പലർക്കും ആശങ്കയാണ്. ഇനി ഹണിറോസിൻ്റെ ഭാവി എന്താവും? ഹണിറോസ് ഉദ്ഘാടനം കിട്ടുമോ? ഹണിറോസിൻ്റെ സിനിമ കിട്ടുമോ? ഇതൊക്കെ ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്തായാലും 20-ാം തീയതി പാലക്കാട് ഹണിറോസിന് വീണ്ടും ഉദ്ഘാടനം വന്നിരിക്കുകയാണ്. ഈ ഉദ്ഘാടനമുണ്ട് എന്ന് പറഞ്ഞുള്ള പ്രൊമോ വീഡിയോ ഹണിറോസിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി രസകരമായ കമൻറ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും ഇത്തവണ ഹണിറോസിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ഉള്ള സൈബർ ആക്രമണങ്ങളോ അതിനെക്കുറിച്ചുള്ള അശ്ലീല കമൻറ്റുകളൊന്നുമില്ല. അതിൻ്റെ പ്രധാന കാരണം വളരെ മനോഹരമായ ഒരു ഡ്രസ്സ് ധരിച്ചുകൊണ്ട് തന്നെയാണ് ഹണിറോസ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. എന്തായാലും ഹണിറോസ് പതിവായിട്ട് ധരിക്കാറുള്ള ആ ഒരു വസ്ത്രത്തിൻ്റെ മെതേഡും സ്റ്റൈലും ഒക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു വസ്ത്രത്തെക്കുറിച്ചുള്ള വലിയ കമൻറ്റുകളൊന്നും കാണുന്നില്ല. പക്ഷേ രസകരമായ ചില കമൻറ്റുകളുണ്ട്. ഉദ്ഘാടനത്തിന് പോവാത്തവർ ലൈക്ക് അടിക്കുക, ആദ്യത്തെ കമൻറ്റാണ്. അതിന് 1233 ലൈക്കാണ് വന്നിരിക്കുന്നത്. ഒറ്റയ്ക്ക് അങ്ങോട്ട് ഉദ്ഘാടനം ചെയ്താൽ മതി, നമ്മളില്ലേ 2780 ലൈക്ക്. ഇവിടെ ഉദ്ഘാടനത്തിന് വിളിച്ച ഷോപ്പിൽ നിന്നും ഒരു സാധനവും മേടിക്കരുത്, 957 വരെ ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഇനിയും വായിച്ചിട്ട് ചിരിച്ചൊരു കമൻറ്റ് ഇതാണ്. ഞാൻ പാലക്കാടാണ്, ഇതറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി. ഞാൻ തീർച്ചയായിട്ടും വരില്ല. 528 പേര് അതിന് ലൈക്ക് അടിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് ഹണിറോസിന് ഉദ്ഘാടനം കിട്ടരുതെന്നോ ഹണിറോസിൻ്റെ ഭാവി മുന്നോട്ട് പോകരുതെന്നുള്ള അർത്ഥത്തിലല്ല. എല്ലാവർക്കും ഇവിടെ ജീവിക്കണം. ഹണിറോസിനും നല്ല കരിയർ ഉണ്ടാവട്ടെ, സിനിമകളും ഉദ്ഘാടനങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. ഒരുപക്ഷെ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഹണിറോസിനോട് ഒരു ദേഷ്യമുണ്ടായ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ അടയ്ക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയത് കൊണ്ടാണ്. ഒരുപക്ഷെ നല്ലൊരു മറുപടി ബോച്ചയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ലൈവ് ഇടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രത്തോളം ആക്രമണങ്ങളോ എതിർപ്പുകളോ കേരളത്തിൽ നിന്നുണ്ടാകില്ലായിരുന്നു. ഹണിറോസ് പ്രതീക്ഷിച്ചത്ര വലിയ പിന്തുണകളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. കുറച്ച് ഫെമിനിസ്റ്റുകളും സ്ത്രീപക്ഷവാദികളും ഒക്കെ ഹണിറോസിനൊപ്പം ഉണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു കൂട്ടം ജനങ്ങളും ഹണിറോസിനെതിരായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ബോബി ചെമ്മണ്ണൂർ എന്ന മനുഷ്യനെ ജയിലിൽ അടച്ചു എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ കുറ്റത്തിനാണോ ജയിലിൽ അടച്ചതെന്നാണ് നിരവധി ആളുകൾ ചോദിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയങ്ങളൊക്കെ ഉടനെ തന്നെ അവസാനിക്കട്ടെ, അവരവരുടെ കരിയറൊക്കെ നോക്കി മുന്നോട്ട് പോകട്ടെ. ഈ ഒരു വിഷയം ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഹണിറോസിൻ്റെ പിന്നാലെ ചെന്ന് ഹണിറോസിനെ സൈബർ വേട്ട നടത്തുന്നതിലൊന്നും താല്പര്യമൊന്നും എനിക്കും തോന്നുന്നില്ല.